കാരം നമ്മുടെ നാട്ടിൽ നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ടതും എന്നാൽ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പേരിൽ ഇന്നും നിലനിൽക്കുന്നതായ സ്ത്രീധനമെന്ന മഹാവിപത്ത് മൂലം യാതനകളും ക്രൂരതകളും അനുഭവിക്കപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് പ്രണാമം അറിയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അമ്മയുടെ വീട്ടിലേക്ക് പോകാം. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് കോളേജിലേക്ക് പോകണ്ട എന്ന്. ഇന്നല്ലേ ഇന്ന് ആ ചെക്കൻ കൂട്ടുകാർ കാണാൻ വരുന്നേ. ഞാൻ ഈ അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന്. ശിവ ശിവ എന്തായി കേക്കണേ? കല്യാണം വേണ്ടാന്നോ? നമ്മുടെ തറവാട്ടില് 18 കഴിഞ്ഞ പെണ്ണുങ്ങളാരും നിൽക്കാറില്ല. ഈ ചിങ്ങത്തില് നിനക്ക് 19 തികയും. എന്താ മോളെ നീ പറയുന്നത്? ചെക്കൻ്റെ വീട്ടുകാർക്ക് സർക്കാർ ജോലിയാണ്. ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ കാര്യമൊക്കെ രക്ഷപ്പെടും. നീ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞു വരല്ലേ. പോരാത്തതിന് നിന്റെ അച്ഛൻ ബാങ്കിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ആധാരം പണയം വെക്കാൻ. അതിൽ നിന്ന് എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ലേലും ഈ പെൺപിള്ളാരൊക്കെ പഠിച്ചിട്ട് എന്തിനാ? വീട്ടുജോലി ചെയ്യാനും കുടുംബക്കാരെ നോക്കാനും അറിഞ്ഞാ പോരെ. അപ്പൊ ഞാനോ? എന്റെ സ്വപ്നങ്ങളോ? 2 മാസങ്ങൾക്ക് ശേഷം ബാധ്യതകളൊക്കെ കഴിഞ്ഞു. കല്യാണം നല്ല അസലായി നടന്നു. ആ മോളെ പറ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അമ്മ ഇവിടെ എനിക്ക് വയ്യമ്മ, എന്നെ ഒരു തല്ലടമ്മ. അമ്മ എന്നെ വല്ലാണ്ട് ഒരു ഉപദ്രവിക്കുന്നമ്മ. നമ്മൾ കൊടുത്ത സ്വർണവും പണ്ടൊക്കെ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു എന്നെ ഉപദ്രവിക്കണമ്മ. എന്താ മോളെ നീ പറയുന്നത്? നിന്നെ ഉപദ്രവിക്കുന്നോ? അമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യമ്മ, എന്നെ ഇവിടെ കൊണ്ടുപോവാമ്മ. മോളെ നീ എന്തേ പറയുന്നേ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? നിനക്കറിഞ്ഞൂടെ എത്രത്തോളം പണം ചെലവാക്കിയ നിന്നെ കെട്ടിച്ചയച്ചെന്ന്? പോരാത്തിന് നീ ഇപ്പൊ അവനെ വിട്ടു വന്ന നാട്ടുകാരൊക്കെ എന്താ പറയുക? അമ്മ അമ്മ ഹലോ ഹലോ, ഈ ഏതോരാണ് ഈ ഫോണില്? ഇത് താഴി. ഓ ഇവിടെ വീട്ടുകാരെ വിളിച്ച് കുറ്റം പറയല്ലേ? അവരെന്നെ എന്നാ ഉണ്ടാക്കാനാ പാട്ടിച്ചറ്റകള്. ഇങ്ങനെ വാടി. അവളും അവളുടെ ഒരു ഫോണും. ഈ നരകത്തില് ഞാനൊറ്റക്ക. അല്ലേലും സ്വന്തം മകളെ മാറോട് ചേർക്കാൻ എൻ്റെ അമ്മ ഭൂമിദേവി ഒന്നുമല്ലല്ലോ. സ്വന്തം മകളുടെ യാതനേക്കാളപ്പുറം അവർക്ക് നാട്ടുകാരെന്ത് പറയുമെന്നല്ലേ. മതിയാക്കാം, ഞാൻ ഈ നരകത്തുനിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടും. മതിയാക്കാം. അതെ, നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു സ്ത്രീധന കൊലപാതകം. നമ്മളിപ്പോൾ ഉള്ളത് യുവതിയുടെ വീട്ടിലാണ്. നമുക്ക് യുവതിയുടെ അമ്മയോട് ചോദിച്ചോക്കാം. അമ്മേ, നിങ്ങളുടെ മകളുടെ മരണം സ്ത്രീധന കൊലപാതകമാണെന്ന് തോന്നുന്നുണ്ടോ? മകൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്റെ മോളെ ഞാനാ കൊന്നേ. മോളെ ഞാനാ കൊന്നേ. മോളെ ഞാനാ കൊന്നേ. പ്രമുഖ കേരളമേ കേൾക്കുക. പെൺകുട്ടികൾ അവർ ആരുടെയും ബാധ്യതയല്ല. സ്വന്തമായി ചിന്തിക്കാനും സ്വപ്നങ്ങളുള്ള മനുഷ്യ ജന്മങ്ങളാണ്. അവർ പഠിക്കട്ടെ, പറക്കട്ടെ. നന്ദി, നമസ്കാരം.
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പം നമ്മളിവിടെ നിർത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചത് ചായ, കരിമ്പ് ജ്യൂസ്, എണ്ണക്കടികൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ 2 സൈഡിലായിട്ട് വലിയൊരു കുളം പോലെ അവരിങ്ങനെ കെട്ടി നിർത്തിയിട്ടായിരുന്നു. ഇവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാനും അതേപോലെ തന്നെ ഒന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ചിരിക്കാനും പറ്റിയൊരു സ്പേസാണ് തോന്നുന്നു. അങ്ങനെ ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങളും യാത്ര തിരിച്ചു. അപ്പം മറക്കാതെ തന്നെ എല്ലാവരും ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്